നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊല്ലത്ത് CPM കോൺഗ്രസ് സംഘർഷം, പോലീസുകാർക്കും മർദ്ദനം. കൊല്ലം കുമ്മിളിൽ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെ CPM കോൺഗ്രസ് സംഘർഷം. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതി നൽകാൻ കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ മാരകായുധങ്ങളുമായി CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കൊല്ലം കുമ്മിളിൽ ഇന്നലെ രാത്രിയാണ് CPM കോൺഗ്രസ് സംഘർഷമുണ്ടായത്. ആഹ്ലാദ പ്രകടനം നടക്കുന്നതിനിടെ പടക്കം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമുണ്ടായി. പിന്നീട് അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. UDF പ്രവർത്തകനെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസുകാരെയും CPM പ്രവർത്തകർ മർദ്ദിച്ചു. രാഷ്ട്രപതി ഭവനിലെത്തി രാജിക്കത്ത് കൈമാറി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം പുതിയ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി NDA യോഗം വൈകിട്ട് ചേർന്നു. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തു. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരി കാറിടിച്ച് മരിച്ചു. കണ്ണൂർ മമ്പറത്ത് കാറിടിച്ച് UKG വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പറമ്പായി സ്വദേശികളായ അബ്ദുൽ നാസറിന്റെയും ഹസ്നത്തിന്റെയും മകൾ സൻഹ മറിയമാണ് മരിച്ചത്. വീടിന് മുമ്പിലെ റോഡിൽ കളിക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. അതീവ ഗുരുതരമായി പരിക്കേറ്റ സൻഹ മറിയത്തെ രാത്രി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. മൃതദേഹം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയം, ശൂലം കവിളിൽ തറച്ച വഴിപാട്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ ശൂലം കവിളിൽ തറച്ച വഴിപാട് നടത്തി പ്രവർത്തകൻ. ചിയാരം സ്വദേശി സന്തോഷാണ് 6 അടിയോളം നീളം വരുന്ന ശൂലം കവിളിൽ തറച്ചത്. സ്വരാജ് റൗണ്ടിൽ മണികണ്ഠൻ ആലിനടുത്ത് മുരുകന്റെ ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത്. LDFന്റെ VS സുനിൽകുമാറിനെയും UDFന്റെ K മുരളീധരനെയും തോൽപ്പിച്ചാണ് തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്നത്. നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടിയത് 13,16,268 വിദ്യാർത്ഥികൾ. മുഴുവൻ മാർക്കും നേടി 67 പേർ. കേരളത്തിൽ നിന്ന് 4 പേർക്ക് മുഴുവൻ മാർക്ക്. മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 13,16,268 പേർ യോഗ്യത നേടി. 720-ൽ 720 മാർക്കും നേടി ആദ്യ റാങ്കിന് 67 പേർ അർഹരായി. കേരളത്തിൽ നിന്ന് 4 പേർ മുഴുവൻ മാർക്കും നേടി. ഫലം പ്രസിദ്ധീകരിച്ചത് റെക്കോർഡ് വേഗത്തിലാണ്. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകന് വെട്ടേറ്റു. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകന് വെട്ടേറ്റു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് A മധുവിനാണ് വെട്ടേറ്റത്. തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽപ്പെട്ട മേലങ്കോട് നടന്ന ആക്രമണത്തിലാണ് മധുവിന് വെട്ടേറ്റത്. മുഖത്തും ശരീരത്തും വെട്ടേറ്റതായാണ് വിവരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ UDF പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. പ്രകടനവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പ്രകോപനമുണ്ടാക്കിയിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വിജയിച്ച BJP നേതാവ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ആരംഭിച്ചു. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. ഇതുകൂടാതെ 7 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി റോഡ് ഷോ നടത്തുമെന്നാണ് വിവരം. തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തനിക്ക് ലീഡ് ലഭിക്കാത്ത ഗുരുവായൂരിലും മുന്നിലെത്താൻ പ്രയത്നിക്കും. തൃശൂർ പൂരം സിസ്റ്റമാറ്റിക്കായി നടത്തും. ഇത്തവണ ഉണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടും. തൃശൂരിൽ സ്ഥിരതാമസം ഉണ്ടാവില്ല. കേന്ദ്രമന്ത്രിയാകുമോ എന്നതെല്ലാം നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഞാൻ നിഷേധിയാവില്ല. തന്റെ താല്പര്യം പാർട്ടിയെ നേരത്തെ അറിയിച്ചു. സിനിമാ അഭിനയം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിഞ്ചുകുഞ്ഞിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശിക്കും പൊള്ളലേറ്റു. പൈനാവിൽ 2 വയസ്സുകാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശിക്കും പൊള്ളലേറ്റു. പൈനാവ് 56 കോളനിയിൽ താമസിക്കുന്ന അന്നക്കുട്ടി, കൊച്ചുമകൾ ദിയ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. കുഞ്ഞിന് 15%, അന്നക്കുട്ടിക്ക് 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് കഞ്ഞിക്കുഴി സ്വദേശി സന്തോഷാണ് ആക്രമിച്ചത്. സന്തോഷിന്റെ ഭാര്യയുടെ സഹോദരന്റെ കുഞ്ഞാണ് പരിക്കേറ്റ ദിയ. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴയിൽ പുലി. പുന്നപ്ര പറവൂർ ഭാഗത്ത് പുലിയെ കണ്ടെന്ന വീട്ടമ്മ.
പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 8-ാം വാർഡ് കോന്നാത്ത് താജുദ്ദീന്റെ വീടിന്റെ പരിസരത്താണ് കഴിഞ്ഞ രാത്രിയിൽ പുലിയെ കണ്ടതെന്ന് പറയുന്നത്. ഇദ്ദേഹവും കുടുംബാംഗങ്ങളും വീടിന് വെളിയിൽ നിൽക്കുമ്പോഴാണ് പുലി നടന്നു പോകുന്നത് കണ്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. മംഗലാപുരത്ത് വില്ലയിൽ വൻ കവർച്ച, 50 പവനോളം കവർന്നു. മംഗലാപുരത്തു നിന്നും മുരുക്കുംപുഴയിലേക്കുള്ള റോഡിലേക്കുള്ള ബ്ലൂ വില്ലയിലാണ് വൻ കവർച്ച നടന്നത്. 50 പവനോളം മോഷണം പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി. കൊല്ലം ആയൂർ സ്വദേശി ഷിജിയുടെ C12 നമ്പർ വില്ലയിൽ നിന്നാണ് കവർച്ച നടന്നത്. അത്യാധുനിക സംവിധാനമുള്ള ക്യാമറയും സുരക്ഷാ ഉദ്യോഗസ്ഥരും റിമോട്ട് കൺട്രോൾ ഗേറ്റും മറ്റ് സുരക്ഷാ സംവിധാനവുമാണ് വില്ലയ്ക്കുള്ളത്. വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം.